എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ പരീക്ഷാ ഫലം എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് results.hsc.kerala.gov.in/results/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ NSQF ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 ലിങ്കുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HSC, VHSC എന്നുള്ളത്. അപ്പോൾ HSC വിഭാഗം വിദ്യാർത്ഥികൾ ഈ ഒരു ലിങ്കിൽ, അതായത് ഇതിന് നേരെയുള്ള ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ അതിന് നേരെയുള്ള ചെക്ക് റിസൾട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ HSC ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ ഏത് റിസൾട്ടാണോ അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു HSCയുടെ ആ ഒരു ലിങ്കിൽ, ചെക്ക് റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ചെക്ക് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ജനിച്ച മാസം, അതുപോലെ തന്നെ ജനിച്ച ദിവസം, ജനിച്ച വർഷം എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. എന്നിട്ട് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ അറിയുന്നതിനായിട്ട്. അതുപോലെ തന്നെ റിസൾട്ട് വന്ന് ഏകദേശം 2 മണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരവും അതുപോലെ തന്നെ നമ്പേഴ്സും മിക്സഡ് ആയിട്ടൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു ഭാഗത്തൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാവും. അതവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ആ ഒരു ടൈമിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF വരും. PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് അവിടെ കാണുന്ന കുറച്ച് ക്യാപ്ച കോഡ്, അതായത് ഇംഗ്ലീഷ് അക്ഷരവും അതുപോലെ തന്നെ നമ്പേഴ്സൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു അതാണ് ക്യാപ്ച കോഡ്. അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതായത് ഇവിടെ എന്താണോ കാണുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് PDF എന്നുള്ള ലിങ്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു PDF ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ 1 2 3 4 5, അതായത് 1 2 3 4 5 6 ആണെന്ന് വിചാരിക്കാം. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിൽ 1/1/2009 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് 1/1/2009 ആണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് വരിക, അതായത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതിയ ശേഷം ഇവിടെ 1 എന്ന് പറയുമ്പോൾ ഡേ ആണ്, ഡേ എന്ന് പറയുമ്പോൾ 2 സ്ഥാനം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 എന്നാണെങ്കിൽ 01, അതുപോലെ തന്നെ മന്ത് എന്ന് പറയുമ്പോൾ അത് 2 സ്ഥാനമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 1 ആയതുകൊണ്ട് തന്നെ 01 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം 2009 എന്ന് ഈ ഒരു ഇയർ 4 സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് ആ ഒരു 4 സ്ഥാനം ഇയർ എന്നുള്ളതിന് കൊടുക്കുന്നു. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ പാസ്വേഡ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ കൂടെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരെ ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ്, എൻ്റെ രജിസ്റ്റർ നമ്പർ അറിയില്ല എന്നുള്ളത്. അപ്പോൾ അറിയാതെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഇരുന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നമ്പറായിരിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയില്ലെങ്കിലോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.